സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകം അറിയിപ്പുകളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത്. മാർച്ച് 20-ന് 18 ലക്ഷത്തോളം വരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻകാർക്ക് മാർച്ച് മാസത്തെ 1000 രൂപയുടെ വിതരണം പ്രത്യേകിച്ചൊരു അറിയിപ്പുമില്ലാതെയാണ് വിതരണം നടത്തിയിരുന്നത്. 1000 രൂപ ക്രെഡിറ്റായി മെസ്സേജുകൾ വന്നപ്പോഴാണ് അധികം പേര് പെൻഷൻ വിതരണത്തെക്കുറിച്ച് അറിഞ്ഞത്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇത്തരത്തിൽ പ്രത്യേക അറിയിപ്പുകളൊന്നുമില്ലാതെ തന്നെയായിരിക്കും എത്തിച്ചേരുക. ഇനി മുതൽ വിതരണം ചെയ്യുന്ന മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. സംസ്ഥാനത്ത് മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു എത്തിയത്. നേരത്തെ 3 മാസത്തെ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരുന്നെങ്കിലും അതിൽ വിതരണം ചെയ്യുന്ന തീയതി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ തീയതി പ്രഖ്യാപനം എത്തിയത്. മാർച്ച് മാസത്തെ പെൻഷൻ മാർച്ച് 25 മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ വന്നത്. പെൻഷൻ വിതരണത്തിലുള്ള പണം കണ്ടെത്താൻ ഇന്നലെ 3700 കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു. അതിനാൽ തന്നെ ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക. മാർച്ച് 20-ാം തീയതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. മുന്നറിയിപ്പൊന്നുമില്ലാതെയായിരുന്നു ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷനും മുന്നറിയിപ്പൊന്നുമില്ലാതെയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക. മാർച്ച് മാസത്തെ 2000 രൂപയാണ് ഇന്നു മുതൽ വിതരണം ചെയ്യുക. അക്കൗണ്ടുകൾ ലഭിക്കുന്നവർക്കാണ് ഇന്ന് തുക ക്രെഡിറ്റ് ആവുക. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെയോ മറ്റന്നാൾ മുതലോ സജീവമാകും. ഇതോടൊപ്പം പെൻഷനിൽ കേന്ദ്ര വീതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തുക. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ PFM സംവിധാനം വഴി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകളുടെ വിതരണം തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നടക്കുന്നത്. അതിനാൽ മാർച്ച് മാസത്തെ പെൻഷനായ 2000 രൂപ അക്കൗണ്ടുകൾ ലഭിച്ചിട്ടുള്ളവർ ആ കാര്യം കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഏപ്രിൽ മാസത്തെ പെൻഷനായ 2000 രൂപയുടെ വിതരണം മാർച്ച് 31 മുതൽ ആരംഭിക്കും. വിഷുവിന് മുമ്പ് തന്നെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് മാർച്ച് 31-ന് തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. വിഷുവും ഈസ്റ്ററും പ്രമാണിച്ചാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക നേരത്തെ വിതരണം ചെയ്യുന്നത്. എന്തായാലും 6-7 ദിവസങ്ങളുടെ ഇടവേളയിൽ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 4000 രൂപയോളമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ലഭിക്കുക. ബാങ്ക് അക്കൗണ്ടുകൾ ലഭിക്കുന്നവർക്ക് ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 2 തവണ 2000 രൂപ എത്തിച്ചേരും. വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവരിൽ ചിലർക്കെങ്കിലും 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ജീവനക്കാർ കൈകൾ നൽകുന്ന സാഹചര്യമുണ്ടാകും. വീടുകളിലേക്കുള്ള വിതരണം പൂർത്തിയാക്കാൻ 7 മുതൽ 10 ദിവസം വരെ എടുക്കുന്ന സാഹചര്യത്തിലാണ് പലർക്കും മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് തന്നെ കൈകളിലെത്താൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മാർച്ച് 9-ന് മുമ്പ് തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർണ്ണമായും എത്തിക്കഴിയുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.